വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ചന്ദ്രത്താൾ ലേക്കാണ്. ഈ ചന്ദ്രത്താൾ ലേക്കിന് ചന്ദ്രത്താൾ എന്നുള്ള പേര് വന്നത് തന്നെ ചന്ദ്രൻ്റെ ആകൃതിയുള്ള തടാകം എന്നുള്ളത് കൊണ്ടാണ്. ചന്ദ്രൻ്റെ ആകൃതി തടാകവും എന്നുള്ള പേര് സംയുക്തമായി പറയുമ്പോൾ ചന്ദ്രത്താൾ എന്നാണ്. താൾ എന്ന് പറഞ്ഞാൽ ലേക്ക്, ചന്ദ്ര എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്പിത്തി വാലിയിലെ തന്നെ ഗേറ്റ് ഓഫ് ഹെവൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന നമ്മുടെ ഈ മൗണ്ടൻ റേഞ്ചസിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇത് ഒരു 14,100 ഫീറ്റ് അത്രയും ഉയരത്തിൽ, സമുദ്രനിരപ്പിൽ നിന്ന് അത്രയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമാണ്. ഇതിൻ്റെ ഒരു മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വലുപ്പമാണ്. ഇതിൻ്റെ ഒരു ചുറ്റളവ് എന്ന് പറഞ്ഞാൽ തന്നെ 2.5 കിലോമീറ്ററിൽ ഏറെ ചുറ്റളവുള്ള ഒരു തടാകമാണ്. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, അത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എത്ര മനോഹരമായിട്ടുള്ള ഒരു ലേക്കാണെന്നുള്ളത്. അതായത് അതിൻ്റെ പ്യുവറായിട്ടുള്ള വെള്ളമാണ്. ഹിമാലയത്തിൽ നിന്ന് ഉരുകി വരുന്ന, അതായത് മഞ്ഞുരുകിയ വെള്ളമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്യൂരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിത്തട്ടും അതുകൊണ്ട് തന്നെ കുറേ ദൂരം വരെ കാണാൻ പറ്റും. അതിനകത്തുള്ള നല്ല ഉരുളൻ കല്ലുകളും ഒരു വളരെ ഭംഗിയായിട്ടുള്ളൊരു നീല കളറും അതിനെ സമ്മാനിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര വലിയ പ്രത്യേകത തന്നെയാണ്. പിന്നെ കുറച്ച് ദൂരേക്കായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു മിററിൻ്റെ എഫക്റ്റ് കിട്ടും. മേലെയുള്ള സ്കൈയും ചുറ്റുമുള്ള മലനിരകളും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന നല്ലൊരു മിറർ പോലത്തെ എഫക്റ്റ് ഉള്ളൊരു തടാകം. ഇതിൻ്റെ സൈഡിൽ ഞങ്ങളിപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ഒരുമിച്ച് സംസാരിച്ചും ഭക്ഷണം കഴിച്ചും അങ്ങനെ നല്ല കുറച്ച് സമയം ചെലവിട്ടു. അത് നിങ്ങളിലേക്ക് ഞാനിപ്പോൾ എത്തിക്കുകയും ചെയ്തു. അതിൽ സന്തോഷം. അപ്പോൾ ഇനിയൊരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. Thank you for watching.